ഗ്യാൻവാബി മസ്ജിദിൽ പൂജ നടത്താൻ അനുമതി നൽകിയ അന്യായ വിധിക്കെതിരെ 1991 ആരാധനാലയ നിയമം നടപ്പിലാക്കുക, ബാബരി ധ്വംസനം ആവർത്തിക്കരുത് എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് SDPI പറവൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ചേന്നമംഗലം കവലയിൽ നിന്നാരംഭിച്ച പ്രകടനത്തിന് മണ്ഡലം ഭാരവാഹികളായ സുധീർ അത്താണി, KU സുൽഫിക്കർ, NS അബ്ദുള്ള, മുഹമ്മദ് വാണിയക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന സമ്മേളനം പറവൂർ മണ്ഡലം പ്രസിഡന്റ് നിസാർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ മഹാരാജ്യം വീണ്ടും ഒരു വിഭജനത്തിലേക്ക് നീങ്ങുന്നു എന്ന തരത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണം കൈയാളുന്ന സംഘപരിവാർ നേതൃത്വം നൽകുന്ന ഭരണകൂടവും അവരുടെ സമ്മർദ്ദത്തിലും അതേപോലെ തന്നെ അവരുടെ ഭീഷണിക്കും മുന്നിൽ രാജ്യത്തിന്റെ ഉദ്യോഗസ്ഥരും നിയമ സംവിധാനങ്ങളും ന്യായാധിപരുമെല്ലാം ഈ രാജ്യത്തിന്റെ മഹത്തായ ഭരണഘടനയെയും നീതിന്യായ വ്യവസ്ഥയുമെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് രാജ്യത്ത് സമാധാനമില്ലാതിരിക്കാനുള്ള തരത്തിലുള്ള നടപടികളുമായാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, 1949 അന്ന് പാതിരാവിന്റെ മറവിൽ ഏതാനും അക്രമികളെ ഉപയോഗിച്ചാണ് നൂറ്റാണ്ടുകൾ മുസ്ലിം സമൂഹം ആരാധന നടത്തിയിരുന്ന ബാബരി മസ്ജിദ് എന്ന ആരാധനാലയത്തിൽ അതിക്രമിച്ചു കയറി അവിടെ വിഗ്രഹം സ്ഥാപിക്കുകയും അതിനുശേഷം നീണ്ട 75 വർഷങ്ങളുടെ വിദ്വേഷ പ്രചരണങ്ങളുടെയും അതുമൂലം കലാപങ്ങളും കലുഷിതമാക്കി രാജ്യത്ത് വർഗീയ അസ്വസ്ഥതകളും വിഭാഗീയതകളും സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് കടന്നു കയറിയ BJP RSSഉം അന്ന് ആ ബാബരി മസ്ജിദ് തച്ചു തകർക്കാനായിട്ട് കർഷകരുടെ സഹായം തേടിയെങ്കിൽ ഇന്ന് സമകാലീന ഇന്ത്യയിൽ കേവലം ചില ഉദ്യോഗസ്ഥരുടെ ന്യായാധിപന്മാരുടെ ഒപ്പുകൊണ്ട് മാത്രം അടുത്ത പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കേവലം ഒപ്പ് ചാർത്തിയത് ഒരു ഗ്യാൻവാബി പള്ളിയിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഒരു വിഭാഗം ഹിന്ദുത്വ തീവ്രവാദികൾ വിഭാഗങ്ങൾ അവരാവശ്യപ്പെട്ട ഒരു കേസിന്റെ രീതിയിലല്ല കേവലം അദ്ദേഹം ഒപ്പുവെച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ജോലി ഈ രാജ്യത്തെ നീതി ആവശ്യപ്പെടുന്ന വലിയൊരു സമൂഹത്തിന് അവരുടെ നികുതി പണത്തിൽ നിന്ന് എല്ലാവിധ ആനുകൂല്യങ്ങളും തട്ടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ ജഡ്ജിയായും അത്തരത്തിലുള്ള സേവനങ്ങൾ ചെയ്തതിനു ശേഷം ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹം ഒപ്പുചാർത്തി